ഇന്നലെ ഷാനവാസ് ശരത്തിൻ്റെ നെഞ്ചത്തിട്ട ബോംബ് പൊട്ടി ആളിക്കത്തുകയാണ്. ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് രാവിലെ തന്നെ ലിവിംഗ് റൂമിലെ കോർണർ സോഫയിലിരുന്ന് അക്ബറും ശരത്തും കൂടി ഷാനവാസിനെ എങ്ങനെ പൂട്ടാമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഷാനവാസിനെ പൊളിക്കണം, അവനിവിടെ വിലസരുത്, അവൻ എന്തൊക്കെയാടാ ഇന്നലെ പറഞ്ഞത്. ഷാനവാസ് പറയുന്നതെല്ലാം കേട്ട് അവൻ്റെ പിന്നാലെ കോംപ്രമൈസിന് നടക്കുന്ന ഒരു ശരത്തുണ്ടായിരുന്നു. അവസാനം ഷാനവാസ് ശരത്തിൻ്റെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് കണ്ടപ്പോഴാ തോന്നുന്നു ഇപ്പോൾ ഇതാ ശരത്ത് ഷാനവാസിനെ പൊളിക്കണം എന്നൊരു ചിന്തയോടുകൂടി രാവിലെ തന്നെ എത്തിയിരിക്കുകയാണ്. എന്തായാലും അവനെ പൊളിക്കണം, അവൻ പോയതിന് ശേഷമേ ഞാൻ പോവുള്ളൂ. നമ്മളെവിടെയോ കേട്ട് പരിചയമില്ലേ? മുൻപത്തെ സീസണിൽ റോബിൻ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ അപ്പാനി ശരത്ത് പറയുന്നത്. അപ്പോൾ തന്നെ അക്ബർ പറയുന്നുണ്ട്, അത് എത്രയുള്ളൂടാ, അവൻ പോയതിന് ശേഷമേ നീ പോവുള്ളൂ. എന്തായാലും അവൻ്റെ നല്ല സ്വഭാവം ചമയുന്നത് പൊളിച്ചടക്കണം എന്നാണ് ശരത്ത് പറയുന്നത്. സപ്പോർട്ടുമായി അക്ബർ കൂടെയുണ്ട്. എന്നാൽ ഒരു ഭാഗത്ത് അക്ബർ ശരത്തിൻ്റെ മുഖംമൂടി വലിച്ച് കീറുകയാണ്. പിന്നിൽ നിന്ന് കുത്തുകയാണ് അക്ബർ. അത് ശരത്ത് അറിയുന്നില്ല. ശരത്ത് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും അവന് സപ്പോർട്ടാണ്, ആദില നൂറ് വരെ അവന് സപ്പോർട്ടാണെന്ന്. അപ്പോൾ അക്ബർ പറയുന്നു, ഇല്ല, അവരൊന്നും സപ്പോർട്ടില്ല എന്ന്. ഞാൻ അവരോട് മാത്രം പറഞ്ഞിരുന്ന കാര്യം ഇവൻ അറിഞ്ഞു, അതവർ പറയാതെ അറിയില്ലല്ലോ എന്നാണ് ശരത്ത് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരത്തിനൊരു പേടിയുണ്ട്. അയ്യോ, ഞാനെങ്ങാനും ഇനി ഈ ആഴ്ച പോവുമോ എന്ന് പറയുന്നുണ്ട്. ഇല്ലടാന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. എന്തായാലും അവനെ പൊളിച്ചടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാവിലെ തന്നെ അക്ബറും ശരത്തും എത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി നടന്ന സംഭവം വീടിനുള്ളിൽ ആകെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവായി ശരത്തിൻ്റെ ഗെയിമിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്.